ഹലോ, ഇന്ന് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബീഫ് വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ബീഫ് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗ്രൈൻഡറിലൊന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ചധികം മല്ലിയില. ഇനി ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇനി നമുക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ സവാള ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിൻ്റെ ഒക്കെ ആ ഒരു റോ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. നല്ല എരിവ് വേണ്ടവർക്ക് കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അധികം വേവിച്ചെടുക്കണ്ട കേട്ടോ, വഴറ്റിയെടുക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ബീഫാണ് എടുത്തത്. ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം. എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പത്തിരി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മൈദയിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒരു ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ. ഇനി ഞാനിവിടെ 5 പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു പത്തിരി പരത്തിയിട്ട് അതിന് മേലെ കുറച്ച് മൈദപ്പൊടിയും ഓയിലും സ്പ്രെഡ് ആക്കിയിട്ട് അടുത്ത പത്തിരി അതുപോലെ പരത്തിയിട്ട് അതിന് മേലെ വെച്ച് കൊടുക്കുക. ഇനി രണ്ടും കൂടി പരത്താം. അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി പത്തിരിക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും, നല്ല നൈസായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോർമൽ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഓരോ പത്തിരിയായിട്ടൊക്കെ ചുട്ടെടുക്കാം, കുഴപ്പമില്ല. ഇത് നല്ല ചൂടുള്ള പാനിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ. കുറേ നേരം വേവിക്കണ്ട, കുറച്ചൊന്ന് വെന്തിട്ടാൽ മതി. ജസ്റ്റ് അപ്പുറം തിരിച്ചിട്ടിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. രണ്ടും വിട്ട് പോരും, പെട്ടെന്ന് പോരും കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട, ഒരു
ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. എന്നിട്ട് ബോളിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കേണ്ട പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ഒന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പത്തിരി നമ്മൾ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുക. അതിന് മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇങ്ങനെ കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത പത്തിരി മുട്ടൽ മിക്സിയിൽ മുക്കുക, ഇതിലേക്ക് വെച്ച് കൊടുക്കുക. മസാല ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ തുടരുക കേട്ടോ. എത്ര പത്തിരി ഉണ്ട്, എത്ര മസാല ഉണ്ട്, അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ ലാസ്റ്റ് പത്തിരിയും മുട്ടയിൽ മിക്സിയിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ മുട്ടൻ്റെ മിക്സ് ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു ചട്ടിപ്പത്തിരി ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം, മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈഡ് അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഈവനിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക.